കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയത് തന്നെയാണ് ഷാഫി പറമ്പലിനെതിരായ പോലീസിന്റെ നടപടി. ഷാഫിയുടെ മൂക്കിൽ ഉൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളത് തന്നെയാണ്. 3 ശസ്ത്രക്രിയകൾ നടന്നു, 3 പൊട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, സംസ്ഥാനം ഒട്ടാകെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിയിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ UDF നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് പ്രതിഷേധ സംഗമം നടക്കും. മൂക്കിന് പരിക്കേറ്റ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു എംപിക്ക് പോലും അല്ല ഏത് തെണ്ടി പോലീസ് അത് നോക്കണം. ഏത് തെണ്ടി പോലീസ് നോക്കണം, ഒരു മര്യാദ വേണ്ടി നോക്കാം. മര്യാദ എന്ത് പറഞ്ഞത് ഇയാളെ ചോര പിടിച്ച ആരാണ് പറയാം. ഇതിൽ തോന്നിയ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേസ് ഇതെല്ലാം വീഡിയോ ഉണ്ട്, ആരെല്ലാം ഇറങ്ങാനുള്ള വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇത് കൊണ്ടിട്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ തിരിച്ചുവിടുകയാണെന്ന് അറിയാം, പദവിയെടുക്കുകയാണെന്ന് അറിയാം, ഞാൻ നോക്കിക്കോളാൻ ഞാൻ പറയുന്നു. നിങ്ങൾ ഇവിടെ വന്ന് മുത്തൂര് അപ്പോൾ ഇവിടെ മുത്തൂര് തിരിയുമ്പോഴേക്കല്ലേ ഇദ്ദേഹം അടിക്കുന്നത്. MP ഷാഫി പറമ്പിൽ പറയുന്നത് ആരാണ് തോന്നാ നിങ്ങള് ഷാഫി പറമ്പിലാണ് ആരാണത്? ആരാണത്? തോന്നിയ ഞങ്ങളൊക്കെ നോക്കി ആരൊക്കെ നമ്മുടെ വീട്ടിൽ തള്ളി അറിയില്ല. ഈ മർദ്ദനത്തിനും ചോരയുടെയും പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 2, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 3, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഷാഫിക്കെതിരെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം രാത്രി വരെ നീണ്ടുനിന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM UDF പ്രകടനത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത്. DYSP അടക്കം പോലീസുകാർക്കും പരിക്കേറ്റു. സനീഷ് കുമാർ ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. അനീഷ്, ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും, ഇപ്പോൾ കോഴിക്കോടാവട്ടെ, തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്നലെ രാത്രി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ SFIയും KSU പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇന്നത്തെ ദിവസം എത്രമാത്രം നിർണായകമാണ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിഷേധ സ്വഭാവം എങ്ങനെയായിരിക്കും?
ഹരി, ഇന്നലെ അർദ്ധരാത്രിയും അല്ലെങ്കിൽ പുലർച്ചെ വരെ നീളുന്ന പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടായത്. കോഴിക്കോട്ടും പ്രകോപിതരായ പ്രവർത്തകർ ഈ ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുകയും ട്രാഫിക് ബാരിക്കേഡുകളും മറ്റും നശിപ്പിക്കുകയും കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. കമ്മീഷൻ ഓഫീസിന്റെ ഗേറ്റിനും മറ്റും തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പണിപ്പെട്ടാണ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തമാക്കുകയും തിരിച്ചയക്കുകയും ചെയ്ത് ഇന്ന് രാവിലെ 9:30 നടക്കാവിലെ IG ഓഫീസിലേക്ക് UDF മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ബഹുജന പങ്കാളിത്തം ഇന്നത്തെ മാർച്ചിൽ ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയിച്ചത്. ഇന്നലെ രാത്രിയായിട്ട് പോലും നിരവധി പേരാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്നും ആ പ്രതിഷേധത്തിന്റെ വീര്യം കൂടും. കൂടുതൽ ആളുകൾ പ്രക്ഷോഭ രംഗത്ത് എത്തും. നേരത്തെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്യാമ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ ക്യാമ്പ് ഉച്ചതിരിഞ്ഞെങ്കിലും നടക്കുമെന്നാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ക്യാമ്പ് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഷാഫിക്ക് മർദ്ദനമേറ്റ വിഷയത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ DCCയും ഒരുങ്ങുകയാണ്. AICC നേതാവ് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഇന്നെത്തുന്നുണ്ട്. അദ്ദേഹമായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്തായാലും KC വേണുഗോപാൽ അടക്കമുള്ളവർ കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. KPC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും എത്തും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പേരാമ്പ്രയിൽ വെച്ച് UDFന്റെ ഒരു മഹാപ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് ഈ നേതാക്കളെല്ലാം എത്തും. രാവിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ IG ഓഫീസ് മാർച്ചിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയും SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ പേരാമ്പ്ര കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇരുവിഭാഗത്തിൻ്റെയും ഉണ്ടായിരുന്നു. ഇവരെ കാണാനെത്തിയ ചില പ്രവർത്തകർ തമ്മിൽ പരസ്പരം കയ്യേറ്റമുണ്ടാവുകയും പിന്നീട് ആ KSU വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളുമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പേരാമ്പ്ര കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്ത് അവിടെ ചെയർമാൻ സീറ്റിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം KSU സ്ഥാനാർത്ഥി വിജയിച്ചു. പിന്നീട് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും അത് സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ പേരാമ്പ്രയിൽ പ്രാദേശിക ഹർത്താലിന് UDF പ്രവർത്തകർ ആഹ്വാനം ചെയ്തത്. ഈ ഹർത്താലിനിടെ CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രമോദിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്ര പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതേസമയം തന്നെയാണ് മറുവശത്തു നിന്നും UDF പ്രവർത്തകരുടെ പ്രകടനവും എത്തിയത്. ഈ രണ്ട് പ്രവർത്തകരുടെ പ്രകടനങ്ങൾക്കും ഇടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും UDF പ്രവർത്തകരോട് ആ LDF പ്രവർത്തകർ നിൽക്കുന്ന വശത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അനുവദിക്കണമെന്ന നിലപാടിലേക്ക് മാറിയ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. തുടർന്ന് ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് ഷാഫി എത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ ആ സ്ഥലത്തു നിന്നും മാറുകയുള്ളൂ എന്ന് UDF പ്രവർത്തകർ അറിയിച്ചു. എന്നാൽ പിന്നീട് ഷാഫി എത്തിയതോടുകൂടി പ്രവർത്തകരുടെ നിയന്ത്രണം കൈവിട്ടു പോവുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കല്ലേറുണ്ടായതോടുകൂടിയാണ് തങ്ങൾ തിരിച്ചു പ്രതികരണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ MP അടക്കമുള്ളവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷാഫിക്ക് എങ്ങനെ പരിക്കേറ്റു എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പോലീസിന്റെ വിശദീകരണം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഇത് കൂടുതൽ വ്യാപ്തിയിലേക്ക് ഈ പോലീസിന്റെ വിശദീകരണവും കൂടുതൽ ആവും എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? തീർച്ചയായും പോലീസ് നൽകുന്ന വിശദീകരണം ഇപ്പോഴും തങ്ങൾ ലാത്തി ഈ MP-ക്കെതിരെ പ്രയോഗിച്ചിട്ടില്ല. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി ഉള്ള അനുവദനീയ മാർഗങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. ഇനി ഈ ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ലാത്തിചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടൂ എന്ന ഒരു കാര്യവും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു. മറിച്ച് ഈ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന മാർഗങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MP അടക്കമുള്ളവർ പറഞ്ഞിരുന്നു 6-7 റൗണ്ട് ഗ്രനേഡ് പ്രയോഗിച്ചു എന്നും മറ്റുമൊക്കെ പറയുന്നു. പക്ഷേ എന്തായാലും അവിടെ ഒരു സംഘർഷം നടന്നതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് പരിക്കേറ്റത് എന്നത് സംബന്ധിച്ച വിശദമായ ഇനിയും കൂടുതൽ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ആളുകളുടെ പക്കലുള്ളത് പുറത്തു വരുമെന്നാണ്. എന്തായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് MP-യെ പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ CPM പ്രവർത്തകരാവട്ടെ അവർ മറുവശത്ത് ഏതാണ്ട് 100-200 മീറ്റർ അപ്പുറത്താണ്
തമ്പടിച്ചിരുന്നതെന്നാണ് CPM പറയുന്നത്. പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് തങ്ങൾ അവിടെ നിന്നത്. മറുവശത്തേക്ക് വരുന്നതിന് ഒരു നീക്കം നടത്തിയില്ല. പക്ഷേ UDF പ്രവർത്തകരാവട്ടെ ആ നിയന്ത്രണം ലംഘിച്ച് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ബലപ്രയോഗം നടത്തിയത്. ഈ സംഘർഷവുമായി തങ്ങൾക്ക് ഒരു തരത്തിലും നേരിട്ട് ബന്ധമില്ല, പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് CPM പറയുന്നു. എന്തായാലും പോലീസുകാരുടെ അക്രമത്തിൽ തന്നെയാണ് പരിക്ക് പറ്റിയത് എന്ന് ഇന്നലെയും DCC പ്രസിഡന്റും TCDK MLA അടക്കമുള്ളവരും പറഞ്ഞിരുന്നു. എന്തായാലും പോലീസിനെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ പ്രവർത്തകരുടെ വികാരമുള്ളത്. ഇന്നലെ പോലീസിനെതിരെ തന്നെയാണ് പ്രവർത്തകരുടെ വികാരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് ഷാഫിക്കെതിരെ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരവും കൂടിയായിട്ട് ഈ സമയത്ത് കണക്കാക്കേണ്ടത്. അനീഷ്, ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഇപ്പോൾ KM അഭിജിത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഷാഫിക്കയുടെ സർജറി വിജയകരമായി പൂർത്തിയായി, അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റി എന്നുള്ള KM അഭിജിത്തിൻ്റെ പോസ്റ്റിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അതായത് ശസ്ത്രക്രിയ പൂർത്തിയായി എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏകദേശം 3 പൊട്ടലുകളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? എത്ര ദിവസം ഒരു വിശ്രമം വേണമെന്നൊക്കെയാണ് ഡോക്ടർമാരുടെ ആവശ്യം? ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നു. ഞാനിപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. ഈ ആശുപത്രിയിലാണ് ഷാഫി ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ തന്നെ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. 3 പൊട്ടലുകൾ മൂക്കിൻ്റെ പാലത്തിൽ ഉണ്ട് എന്നാണ് ഇന്നലെ സ്കാനിങ്ങിൽ കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ നടത്തുകയും അദ്ദേഹത്തിൻ്റെ മറ്റ് ഗുരുതരമായ പരിക്കുകളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊതുപരിപാടികളിലോ മറ്റ് പ്രതിഷേധ പരിപാടികളിലോ ഒന്നും ഷാഫിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയാ നടപടികൾ കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള സന്ദർശനയും മറ്റുമൊക്കെ അനുവദിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ അണുബാധ കാര്യങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായി തന്നെ പോകുന്നു. ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. മൂക്കിനാണ് പ്രശ്നം. ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, മൂക്ക് പൊട്ടി ചോര പിനിഞ്ഞു വരുന്ന ഷാഫി പറമ്പിലെയാണ് നമ്മൾ കണ്ടത്. അതുമായും ബന്ധപ്പെട്ട് അത് കഴിഞ്ഞു അദ്ദേഹം പ്രവർത്തകരോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞിട്ടാണ് പേരാമ്പ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ, കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് പൊട്ടലുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസം പൂർണ്ണ വിശ്രമമാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത്. ഹരി, അത് തന്നെയാണ്. അപ്പോൾ 5 ദിവസത്തെ വിശ്രമത്തിലേക്ക് ഷാഫി പറമ്പിൽ നീങ്ങുകയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം. എന്തായാലും ഷാഫിക്കെതിരെ കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. കേസിൻ്റെ ഡീറ്റെയിൽസ് വരും നിമിഷങ്ങളിൽ ഉടനെ തന്നെ അറിയുന്നതായിരിക്കും. എന്തായാലും ഷാഫിയുടെ ആരോഗ്യനില, അതായത് അടിയന്തരമായ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5 ദിവസത്തെ വിശ്രമം വേണമെന്നുള്ളതാണ് ആ ഒരു ഷാഫിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അനീഷ്, ഇന്നത്തെ സമരപരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധ സംഗമം നമുക്ക് അതിലേക്ക് പോവാം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് KC വേണുഗോപാൽ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. രാവിലെ തന്നെ IG ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടി നടത്തും. സംസ്ഥാനം ഒട്ടാകെ തന്നെ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. MP-ക്ക് മേലാണ് കൈവച്ചിരിക്കുന്നത്. പോലീസിൻ്റെ നടപടി എന്നും പിണറായി സർക്കാർ ആയിരിക്കില്ല പോലീസിനെ നോക്കുന്നത് എന്നുള്ള DCC പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള വാക്കുകൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്നലെ തൊട്ടുള്ള രോഷം, നമ്മൾ ഇന്നലെ രാത്രി അർദ്ധരാത്രി തൊട്ട് കാണുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, അല്ലെങ്കിൽ എറണാകുളം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ, KSU കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രതിഷേധ പരിപാടി എങ്ങനെയാണ് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്, സംസ്ഥാനം ഒട്ടാകെ തന്നെ എങ്ങനെയായിരിക്കാം കോൺഗ്രസിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചും വിശദാംശങ്ങൾ ഉണ്ടാകും. രാവിലെ തന്നെ IG ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അനീഷ്, അത് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിഷേധ പരിപാടികളെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 3 മണിക്ക്, അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത പേരാമ്പ്രയിലെ ഒരു വലിയ സംഗമം, അത് എങ്ങനെ നടത്താനായിരിക്കും കോൺഗ്രസിൻ്റെ തീരുമാനം? ഹരി, നമുക്കറിയാം സമീപകാലത്ത് കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഷാഫി പറമ്പിൽ. പാലക്കാട്ട് നിന്നും
വടകരയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയ ആ ദിവസം തന്നെ വലിയ വിസ്മയകരമായ പിന്തുണയാണ് UDF പ്രവർത്തകരുടെ, പ്രത്യേകിച്ചും ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നൽകിയത്. KK ശൈലജ ടീച്ചർ എന്ന ഒരു LDFിലെ ഏറ്റവും സ്വീകാര്യ മുഖങ്ങളിൽ ഒന്നിനെയാണ് വടകരയിൽ ഷാഫി തറപറ്റിച്ചത്. അതോടുകൂടി പ്രവർത്തകരുടെ വികാരം ഏതാണ്ട് ഇരട്ടിയായി മാറുന്ന സാഹചര്യം. അതിനുശേഷം പിന്നീട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒന്നടങ്കം ആവേശം പകരുന്ന രീതിയിൽ തന്നെയാണ് വടകര MP എന്ന രീതിയിൽ അദ്ദേഹം നിലകൊണ്ടത്. ഒപ്പം ഈ CPM-നും DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഒരു എതിരാളി എന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ മാറുകയും ചെയ്തിരിക്കുന്നു. പലപ്പോഴും ഇരുവരും തമ്മിലുള്ള ഒരു വാക്കേറ്റങ്ങളും ഈ പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ ഈ പേരാമ്പ്രയിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഈ നൈറ്റ് മാർച്ചിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഈ CPM-ഉം ഷാഫിയുമായി വലിയൊരു ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. CPM-ന്റെ സ്വാധീന മേഖലകളാണ് ഈ സ്ഥലങ്ങളൊക്കെ. പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഇടങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഷാഫി വരുമ്പോൾ പലപ്പോഴും അതൊരു ഉരസലിലേക്ക് പരസ്പരം മാറുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ യുവ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റെന്നറിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സംയമന പാത വെടിയും എന്നത് തന്നെയാണ് നമുക്ക് ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഈ കോഴിക്കോട് മാത്രമല്ല, പലയിടങ്ങളിലും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാം രാത്രി തന്നെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ എതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇന്നലെ നടന്നത് പ്രതിഷേധ നടപടികളുടെ അവസാനമല്ല, തുടക്കം മാത്രമാണ് എന്ന് എല്ലായിടത്തും നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയ ജനസമുദ്രമായി മാറും എന്നാണ് ഇന്നലെ അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ IG ഓഫീസ് മാർച്ചിലേക്ക് പോലും വലിയ തോതിൽ ആളുകൾ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകുന്നേരം UDF-ന്റെ സംഗമം, പ്രതിഷേധ സംഗമം എന്നത് വലിയൊരു പരിപാടിയായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് വടകരയ്ക്ക് സമീപം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പ് പൂർണ്ണമായും ഒഴിവാക്കിയാണ് അവർ പേരാമ്പ്രയിലെ സംഭവങ്ങളുടെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾക്കായി സമയം മാറ്റിവെച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് സ്ഥലത്തുണ്ട്. അവരും ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു പ്രതിഷേധ യോഗമായി തന്നെ ഈ പേരാമ്പ്രയിലെ യോഗം മാറും. അത്തരത്തിൽ ഈ സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ ഒരു അപ്രതീക്ഷിത ഊർജം ഈ ഷാഫി പറമ്പലിൻ്റെ അക്രമത്തിലൂടെ ഉണ്ടായത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അരങ്ങേറുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മറ്റൊരു വിഷയം കൂടി ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ സമ്മർദ്ദത്തിലേക്കും ഷാഫി പറമ്പിൽ നീങ്ങിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിരന്തരം ആരോപണങ്ങളുമായി CPM നേതാക്കൾ ഷാഫിയും രാഹുലിനെയും ഒക്കെ വേട്ടയാടുന്ന ഒരു സാഹചര്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം നിയമസഭാ നടപടികൾക്ക് പോലും സുഗമമായി പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. രാവിലെ പുലർച്ചെ ആരും അറിയാതെ പോയി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പാലക്കാട് MLA മാറിയ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. അത്തരം ഘട്ടത്തിലൊക്കെ ഒരു വലിയ പ്രതിരോധത്തിലായിരുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു മറ്റൊരു കോൺഗ്രസിന് ഊർജ്ജം നൽകുന്ന ഒരു പ്രതിഷേധ പരിപാടികളായി ഈ പേരാമ്പ്രയിലെ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് അനീഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ്. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന പേരിലും പോലീസിന് നേരെ കല്ലെറിഞ്ഞെന്നുമാണ് FIR-ൽ സൂചിപ്പിക്കുന്നത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതും കൂടി ഷാഫിക്കെതിരെ കേസിൽ FIR-ൽ ചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റിനെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ നിമിഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അനീഷ്, അതോടൊപ്പം തന്നെയാണ് പോലീസുകാർക്ക് 10 പോലീസുകാർക്ക് പേരാമ്പ്ര DYSPക്ക് ഉൾപ്പെടെ ആക്രമണം സംഭവിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? പോലീസുകാർ ഇന്നലെ തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പേരാമ്പ്ര DYSP അടക്കമുള്ളവർക്കാണ് കല്ലേറിൽ പരിക്ക് പറ്റിയത്. 10 പോലീസുകാരും പേരാമ്പ്ര DYSP ഉള്ളത്. അവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസുകാരെ ആക്രമിച്ചതിനെതിരെയാണ് ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞു, അന്യായമായി സംഘടിച്ച് ഈ പൊതുമുതൽ നശിപ്പിച്ച അടക്കമുള്ള പലതരം വകുപ്പുകളാണ്, സാധാരണ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്
അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് പോലീസ് ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഒരു കയ്യേറ്റം നടത്തിയിട്ടില്ല. പോലീസിനെതിരെയാണ് വലിയ തോതിൽ കല്ലേറുണ്ടായത്. അതിനുള്ള ഒരു പ്രതികരണം മാത്രമാണ്, അല്ലാതെ ഈ MP യെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. MP യെ തിരിച്ചറിയാൻ കഴിയാത്തവരല്ല പോലീസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഈ സംബന്ധിച്ച് ഇനിയും പുറത്തു വന്നേക്കാം. പ്രവർത്തകർക്കിടയിലുള്ളതോ അല്ലെങ്കിൽ പോലീസിനിടയിലൊക്കെ ഉള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നേക്കാം. അതിൽ നിന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസുകാരും ഈ UDF പ്രവർത്തകരെ പോലെ തന്നെ ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഹരി, യെസ്, അത് തന്നെയാണ്. കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ചിലപ്പോൾ ഇന്ന് പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ വാദം പറയുന്നു. പേരാമ്പ്ര DYSP ഉൾപ്പെടെ 10 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഷാഫി പറമ്പിൽ MPക്കെതിരെ ഇപ്പോൾ കേസും കൂടി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, കല്ലെറിഞ്ഞു. ഈ പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് FIR-ൽ സൂചിപ്പിക്കുന്ന കാര്യം. ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്ന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൈകിട്ട് 3 മണിക്കാണ് പ്രതിഷേധ സംഗമം നടക്കുന്നത്.